വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയായ നവകേരള സ്ത്രീ സദസ്സിന് നെടുമ്പാശ്ശേരിയിൽ തുടക്കമായി. നവകേരളം സ്ത്രീപക്ഷമായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോലി സ്ഥലങ്ങളിൽ തുല്യവേതനം ഉറപ്പാക്കും. കുടുംബശ്രീ ലോകത്തിന് മാതൃകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ഒരു മന്ത്രിസഭയാകെ ജനങ്ങളുടെ അടുത്തെത്തി ജനങ്ങളുമായി സംവദിക്കലായിരുന്നു നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണ്ടത് വൻ സ്ത്രീ പങ്കാളിത്തമായിരുന്നു. കേരള സംസ്ഥാനത്ത് ആദ്യം അധികാരത്തിൽ വന്ന ഗവൺമെൻറ് EMS നേതൃത്വമുള്ള ഗവൺമെൻറ് ആയിരുന്നല്ലോ. ആ കാലം മുതൽ കേരളത്തിലെ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകളെല്ലാം സ്ത്രീ സൗഹൃദ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഇത്തരമൊരവസ്ഥക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞാൽ അതിലും തെറ്റുണ്ടാവില്ല. പൊതുവിദ്യാഭ്യാസ രംഗത്ത് എത്രയോ കാലം മുൻപ് തന്നെ ലിംഗസമത്വം നമ്മുടെ നാടിന് കൈവരിക്കാനായിട്ടുണ്ട്. ഷീജ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും. ഷീജ, വലിയ പങ്കാളിത്തം നവകേരള സദസ്സിൽ വനിതകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതും അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എങ്ങനെയാണ് സ്ത്രീ മുന്നേറ്റങ്ങൾ വിവിധ മേഖലകളിൽ സാധ്യമാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ത്രീ സദസ്സിന് തുടക്കമായിരിക്കുന്നത്. തീർച്ചയായും കാവ്യ, അതുതന്നെയാണ് പ്രധാനമായും കേരളത്തിൽ നടന്നിട്ടുള്ള സ്ത്രീ മുന്നേറ്റങ്ങൾ അത് ഓരോന്നും ഓർമ്മിപ്പിച്ച് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗം നടന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. LDF സർക്കാരുകളുടെ നയം എന്താണ്, സ്ത്രീ സുരക്ഷ, അതോടൊപ്പം തന്നെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഓരോ LDF സർക്കാരും സ്വീകരിച്ചിട്ടുള്ള നയമെന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ സർക്കാരും തുടരുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ തന്നെ ലിംഗസമത്വം നേടാൻ നമ്മുടെ നാടിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പ്രധാനമായും നവകേരളം സ്ത്രീപക്ഷമായിരിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തവണത്തെ ബജറ്റിൽ അത് 21% ജെൻഡർ ബജറ്റാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് സുരക്ഷിതമായ തൊഴിൽ ഉറപ്പാക്കുന്നതിൽ കേരളം ഇതിനകം തന്നെ മുൻപന്തിയിലാണ്. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങളിലടക്കം കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് നീതി നിഷേധമാണ് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർ ആരാണെങ്കിലും അവർക്കെതിരെ നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കും. അതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിന് ശേഷം ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ അവരുടെ ആശയങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ അതിനൊക്കെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ ഒരു സദസ്സ് അത് ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശരി, ഷീജയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.